എക്സ്പ്രസ് മെയിൻ്റനൻസ് ആൻഡ് ട്രബിൾ ഷൂട്ടിംഗ്. കഴിഞ്ഞ 2, 3 എന്നീ യൂണിറ്റുകളിൽ ഒരു ഷീറ്റ് ഫെഡ് ഓഫ്സെറ്റ് മെഷീൻ്റെ ഭാഗങ്ങൾ, അവയുടെ പ്രവർത്തനം, തുടർന്ന് ഓഫ്സെറ്റ് പ്രിൻറ്റിങ്ങിൽ ഒരു പ്രിൻ്റർ അനുവർത്തിക്കേണ്ട വിവിധ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ നമ്മൾ വിശദമായിട്ട് പഠിച്ചു. ഒരു പ്രിൻറ്റിംഗ് ജോലി പുരോഗമിക്കുമ്പോൾ അവിചാരിതമായി പല തകരാറുകളും ഉണ്ടാവാം. അങ്ങനെ സംഭവിക്കാനിടയുള്ള തകരാറുകൾ, അവയുടെ കാരണങ്ങൾ, അവ എങ്ങനെ പരിഹരിക്കാം, ഇവയെക്കുറിച്ചാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കാൻ പോകുന്നത്. പ്രിൻറ്റിങ്ങിന് ഉപയോഗിക്കുന്ന പേപ്പറിൻ്റെയും ഇങ്കിൻ്റെയും ചില സ്വഭാവ സവിശേഷതകൾ കൊണ്ടോ പ്രിൻറ്റിംഗ് പ്രോസസ്സിലുള്ള ചില അപാകതകൾ കൊണ്ടോ ഒക്കെ ഇത്തരം തകരാറുകൾ സംഭവിക്കാം. പഠന സൗകര്യത്തിന് വേണ്ടി പേപ്പർ പ്രോബ്ലംസ്, ഇങ്ക് പ്രോബ്ലംസ്, പ്രിൻറ്റിംഗ് പ്രോബ്ലംസ് എന്നിങ്ങനെ ഇവയെ തരംതിരിച്ച് ഓരോന്നായി നമുക്ക് പഠിക്കാം. പേപ്പർ പ്രോബ്ലംസ്. ഇതിൽ പേപ്പറിൻ്റെ സ്വഭാവ സവിശേഷതകൾ കൊണ്ടുണ്ടാകുന്ന ഏതാനും ചില തകരാറുകൾ നമുക്ക് പരിശോധിക്കാം. ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജസ് ഓൺ പേപ്പർ. ഒരു പേപ്പർ ഫയലിലുള്ള പേപ്പറുകളുടെ പ്രതലത്തിൽ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജ് ഉണ്ടാവും എന്ന് നമുക്കറിയാം. ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജ് ഷീറ്റുകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാൻ ഇടയാക്കുന്നു. ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത് കാരണം ഫീഡർ യൂണിറ്റിലേക്ക് ഒന്നിലധികം ഷീറ്റുകൾ ഒരുമിച്ച് കയറിപ്പോവുകയും അങ്ങനെ മെഷീൻ സ്റ്റോപ്പ് ആവുകയും ചെയ്യുന്നു. ഇതിന് കാരണം സാധാരണയായിട്ട് ഹ്യൂമിഡിറ്റി വളരെ കുറവായ സാഹചര്യങ്ങളിൽ പേപ്പർ കൂടുതൽ ഡ്രൈ ആവും. അങ്ങനെയുള്ള പേപ്പർ പ്രതലത്തിലാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ഇനി ഇതിനുള്ള പരിഹാരങ്ങൾ, റെമഡീസ്. പേപ്പറിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ്, അതായത് ഈർപ്പത്തിൻ്റെ അളവ് 45% മുതൽ 55% വരെ ആയിരിക്കണം. വർക്കിംഗ് സ്പേസ് എയർ കണ്ടീഷൻഡ് ആയിരിക്കണം. ഒരു 50% മുതൽ 55% വരെ ഹ്യൂമിഡിറ്റി ആയിരിക്കണം അവിടെ ഉണ്ടായിരിക്കേണ്ടത്. പേപ്പർ പ്രതലത്തിലെ ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജ് കുറയ്ക്കാനായിട്ട് ഡിസ്ചാർജ് ഇലക്ട്രോഡ്സ്, അയോണിക് ബ്ലോവേഴ്സ് തുടങ്ങിയവ ഉപയോഗിക്കാം. ക്രീസ് ഫോർമേഷൻ. പേപ്പറിൽ ചുളിവുകൾ ഉണ്ടാവുക, അതായത് പല കാരണങ്ങൾ കൊണ്ടും പ്രിൻ്റ് ചെയ്യേണ്ട ഷീറ്റിൽ ചുളിവുകൾ ഉണ്ടാകാം. അത് പ്രിൻറ്റിങ്ങിനെ ബാധിക്കുമെന്ന് നമുക്കറിയാം. കാരണങ്ങൾ: അന്തരീക്ഷ ഈർപ്പത്തിലുള്ള വ്യത്യാസം പേപ്പറിൻ്റെ അരികുകൾ ചുരുളാനായിട്ട് കാരണമാകുന്നു. വേവി എഡ്ജസ് എന്നാണ് അതിന് പറയുക. ആ പേപ്പർ പ്രിൻറ്റിങ്ങിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഭാഗത്ത് കൂടുതലായി ചുളിവുകളുണ്ടാകാം. പിന്നെ ശരിയായി സെറ്റ് ചെയ്യാത്ത ഷീറ്റ് ഫീഡറുകൾ കാരണം പേപ്പർ കടന്നു പോകുമ്പോൾ ചുളിവുകളുണ്ടാകാം. തെറ്റായ മെഷീൻ സെറ്റിങ്സ്, അതായത് ഫ്രണ്ടിലെ സൈഡിലെ സെറ്റിങ്സ്, ശക്തി കൂടിയ എയർ ബ്ലാസ്റ്റ്, അതുപോലെ ബ്ലാങ്കറ്റ് ഇംപ്രഷൻ സിലിണ്ടർ പ്രഷർ, പിന്നെ ശരിയായിട്ട് വർക്ക് ചെയ്യാത്ത ഗ്രിപ്പേഴ്സ്, ഇവയെല്ലാം ക്രീസ് ഫോർമേഷന്, അതായത് ചുളിവുകൾ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. റെമഡീസ്, പരിഹാരങ്ങൾ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പേപ്പർ സ്റ്റോർ ചെയ്തിരിക്കുന്ന റൂം എയർ കണ്ടീഷൻഡ് ആയിരിക്കണം. ടെമ്പറേച്ചർ എപ്പോഴും ഒരു 20 ഡിഗ്രി 22 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കണം. പിന്നെ ഫ്ലാറ്റായ അരികുകൾ ചുരുളാത്ത പേപ്പർ വേണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. പിന്നെ ഫ്രണ്ട് ലേസ്, സൈഡ് ലേസ്, ഇവയുടെ സെറ്റിങ്സ് നമ്മൾ പരിശോധിക്കണം. അതുപോലെ എയർ ബ്ലാസ്റ്റിൻ്റെ ശക്തി കുറയ്ക്കുക, അനുയോജ്യമായ രീതിയിലുള്ള എയർ ബ്ലാസ്റ്റ് ഉപയോഗിക്കുക. ബ്ലാങ്കറ്റ് ഇംപ്രഷൻ സിലിണ്ടർ പ്രഷർ ആവശ്യാനുസരണം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഈ ബ്ലാങ്കറ്റ് ഇംപ്രഷൻ സിലിണ്ടർ പ്രഷർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം, പേപ്പർ കടന്നു പോകുന്നത് ബ്ലാങ്കറ്റ് സിലിണ്ടറിനും ഇംപ്രഷൻ സിലിണ്ടറിനും ഇടയിലൂടെയാണ്. അപ്പോൾ ആ 2 സിലിണ്ടറുകളുടെയും പ്രഷർ കൂടിയിരുന്നാൽ, അത് തമ്മിലുള്ള പ്രഷർ കൂടിയിരുന്നാൽ പേപ്പർ ചുളുങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അത് അനുയോജ്യമായ തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ബ്ലാങ്കറ്റ് ഇംപ്രഷൻ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിക്കിംഗ്. പ്രിൻറ്റിങ്ങിനിടയിൽ പേപ്പർ പ്രതലത്തിൽ, അതായത് പേപ്പർ സർഫസിൽ ചെറിയ പാർട്ടിക്കിൾസ്, പൊടിപടലങ്ങൾ പറ്റിപ്പിടിക്കാനിടയാവുന്നു. ഇത് പേപ്പറിൻ്റെ ആ ഭാഗം കീറിപ്പോകാൻ കാരണമാകും. കോസസ്, കാരണങ്ങൾ. ബ്ലാങ്കറ്റിലുണ്ടാകാവുന്ന പൊടിപടലങ്ങളാണ്, അതായത് ഡസ്റ്റ് പാർട്ടിക്കിൾസാണ് ഒരു കാരണം. പിന്നെ ഉപയോഗിക്കുന്ന പേപ്പർ ശരിയായ കോട്ടിംഗ് ഇല്ലാത്ത പേപ്പറാണെങ്കിൽ ഇത് സംഭവിക്കാം. ഉയർന്ന ഇങ്ക് ടാക്ക്, നമ്മൾ ഇങ്കിൻ്റെ സവിശേഷതകൾ ആദ്യത്തെ യൂണിറ്റിൽ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് ടാക്ക് എന്നുള്ളത്. ടാക്ക് കൂടിയിരുന്നാൽ പിക്കിംഗ് സംഭവിക്കാം. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ
ബ്ലാങ്കറ്റ് ഇംപ്രഷൻ സിലിണ്ടർ പ്രഷർ കൂടിയിരുന്നാലും ഇത് സംഭവിക്കാം. കാരണം പേപ്പറിൽ പറ്റിയിരിക്കുന്ന പൊടിപടലങ്ങളോടുകൂടി ഈ പേപ്പർ ബ്ലാങ്കറ്റിൻ്റെ ഇംപ്രഷൻ സിലിണ്ടറിൻ്റെ ഇടയിലൂടെ പോകുമ്പോൾ പ്രഷർ കൂടുന്നതനുസരിച്ച് ആ ഭാഗം കീറിപ്പോകാൻ സാധ്യതയുണ്ട്. റെമഡീസ്, പരിഹാരങ്ങൾ. കൃത്യമായ ഇടവേളകളിൽ ബ്ലാങ്കറ്റ് വാഷ് ചെയ്യുക. നല്ല ഗുണനിലവാരമുള്ള പേപ്പർ ഉപയോഗിക്കുക. മഷിയുടെ ടാക്ക് കുറയ്ക്കുക. ബ്ലാങ്കറ്റ് ഇംപ്രഷൻ സിലിണ്ടർ പ്രഷർ കുറയ്ക്കുക. ഇങ്ക് പ്രോബ്ലംസ്. ഇങ്കിൻ്റെ സ്വഭാവ സവിശേഷതകൾ കൊണ്ട് ഉണ്ടാകാവുന്ന ചില തകരാറുകളാണ് നമ്മൾ ഈ വിഭാഗത്തിൽ പഠിക്കുന്നത്. ഇമൾസിഫിക്കേഷൻ. ഇങ്കും ഡാമ്പനിങ് സൊല്യൂഷനും തമ്മിൽ കലരുന്നതാണ് ഇമൾസിഫിക്കേഷൻ. ഇങ്ങനെ ഇങ്കിൽ ഡാമ്പനിങ് സൊല്യൂഷൻ കലരുന്നത് കാരണം ഇങ്കിൻ്റെ ഡ്രൈയിങ് ടൈം, അതായത് ഉണങ്ങാനുള്ള സമയം കൂടുന്നു. അങ്ങനെ പ്രിൻ്റ് ചെയ്ത ഇങ്ക് പടരുന്നു. കാരണങ്ങൾ, കോസസ്. കുറഞ്ഞ pH വാല്യൂ ഉള്ള ഡാമ്പനിങ് സൊല്യൂഷൻ. ഇങ്കിൽ കലരുന്ന ഡാമ്പനിങ് സൊല്യൂഷൻ്റെ അളവ് കൂടുന്നത്. റെമഡീസ്, പരിഹാരങ്ങൾ. ഇങ്ക് ഡാമ്പനിങ് സൊല്യൂഷൻ ബാലൻസ് കൃത്യമായിട്ട് സെറ്റ് ചെയ്യുക. ഇനി ഇമൾസിഫിക്കേഷൻ സംഭവിച്ചാൽ റോളേഴ്സ് നന്നായിട്ട് വാഷ് ചെയ്യുക. ഡാമ്പനിങ് സൊല്യൂഷൻ്റെ pH വാല്യൂ 4.5-നും 5.5-നും ഇടയിലായിരിക്കണം. അതുപോലെ ടെമ്പറേച്ചർ 10 ഡിഗ്രി സെൽഷ്യസിനും 15 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കണം. സ്ലോ ഇങ്ക് ഡ്രൈയിങ്. മഷി ഉണങ്ങാൻ താമസം നേരിടുക. ഇത് മൾട്ടി കളർ പ്രിൻറ്റിങ്ങിനെയാണ് കൂടുതലായും ബാധിക്കുന്നത്. പ്രിൻ്റ് ചെയ്ത കളറ് മാഞ്ഞു പോകാനായിട്ട് ഈ സ്ലോ ഡ്രൈയിങ് ഇടയാക്കും. കാരണങ്ങൾ. അസിഡിക് സ്വഭാവം കൂടിയ ഡാമ്പനിങ് സൊല്യൂഷൻ ഉപയോഗിക്കുന്നത്. ഇങ്കിൽ ഡ്രയേഴ്സിൻ്റെ അളവ് കുറഞ്ഞിരിക്കുന്നത് കാരണം. നമുക്കറിയാം ഇങ്കിൽ പല ഘടകങ്ങളുണ്ട്. അതിൽ ഡ്രയേഴ്സിൻ്റെ അളവ് കുറഞ്ഞിരിക്കുന്നത് കാരണവും ഇങ്ക് പെട്ടെന്ന് ഉണങ്ങാതിരിക്കാൻ കാരണമാകുന്നു. പിന്നെ പേപ്പറിന് അനുയോജ്യമല്ലാത്ത ഇങ്ക് ഉപയോഗിക്കുന്നതാണ് മറ്റൊരു കാരണം. പ്രസ് റൂമിലെ ലോ ടെമ്പറേച്ചർ, കുറഞ്ഞ ടെമ്പറേച്ചറുള്ള പ്രസ് റൂം. പരിഹാരങ്ങൾ. ഡാമ്പനിങ് സൊല്യൂഷൻ്റെ pH വാല്യൂ പരിശോധിച്ച് കറക്റ്റാക്കുക. ഇങ്കിൽ ആവശ്യത്തിന് ഡ്രയേഴ്സ് ചേർക്കുക. പേപ്പറിന് അനുയോജ്യമായ ഇങ്ക് തിരഞ്ഞെടുക്കുക. പ്രസ് റൂമിൻ്റെ ടെമ്പറേച്ചർ ഉയർത്തുക. ചോക്കിംഗ്. പ്രിൻ്റ് ചെയ്തതിന് ശേഷം ഉണങ്ങിയ ഇങ്ക് പേപ്പറിൽ നിന്നും വളരെ എളുപ്പത്തിൽ മാഞ്ഞു പോകുന്ന അവസ്ഥയാണ് ചോക്കിംഗ്. കാരണങ്ങൾ. ഇങ്കിൽ ഡ്രയേഴ്സിൻ്റെ അളവ് കുറഞ്ഞിരിക്കുന്നത്. ഇങ്ക് ഉണങ്ങുന്നതിന് മുമ്പായി തന്നെ പേപ്പറിൽ ആഴ്ന്നിറങ്ങുന്നത് കാരണം, അതായത് അബ്സോർപ്ഷൻ കാരണം ഇത് സംഭവിക്കാം. പേപ്പറിന് അനുയോജ്യമല്ലാത്ത ഇങ്ക് ഉപയോഗിക്കുന്നത് കാരണം. റെമഡീസ്, പരിഹാരങ്ങൾ. ഇങ്കിൽ ആവശ്യത്തിന് ഡ്രയേഴ്സ് ചേർക്കുക. അബ്സോർപ്ഷൻ, അതായത് ഇങ്ക് പേപ്പറിലേക്ക് ആഴ്ന്നിറങ്ങുന്നത് തടയാൻ ഇങ്കിൽ ഗമ്മ്, ബൈൻഡിങ് ഏജൻസ് ഇവ ചേർക്കുക. പേപ്പറിൽ വാർണിഷ് ഓവർ പ്രിൻ്റ് ചെയ്യുക. ഇതും അബ്സോർപ്ഷൻ തടയും. പേപ്പറിന് അനുയോജ്യമായ ഇങ്ക് ഉപയോഗിക്കുക. ഹിക്കീസ്. പ്രിൻ്റ് ചെയ്ത ഷീറ്റിൽ വെളുത്ത ബാക്ക്ഗ്രൗണ്ടോട് കൂടിയ ചെറിയ ചെറിയ ഇങ്ക് സ്പോട്ടുകൾ കാണപ്പെടുന്ന അവസ്ഥയാണ് ഹിക്കീസ്. ഉണങ്ങിയ ഇങ്കിലെ ചെറിയ പാർട്ടിക്കിൾസ്, അതായത് ഇങ്ക് തരികളോ ഡസ്റ്റ്, പൊടിപടലം, പേപ്പറിൻ്റെ ഡസ്റ്റ് തുടങ്ങിയവ പ്ലേറ്റിലോ ബ്ലാങ്കറ്റിലോ ഉണ്ടാകുമ്പോഴാണ് ഹിക്കീസ് സംഭവിക്കുന്നത്. റെമഡീസ്, പരിഹാരങ്ങൾ. മെഷീൻ വൃത്തിയാക്കുക, പൊടിപടലങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട്. റോളറുകളിൽ നിന്നും ഉണങ്ങിയ ഇങ്ക് നീക്കം ചെയ്യുക. പേപ്പർ ഡസ്റ്റ് ഉണ്ടോ എന്നുള്ളത് പേപ്പർ പൈല് പരിശോധിക്കുക. പൈലിംഗ്. പ്ലേറ്റിലോ ബ്ലാങ്കറ്റിലോ ഇങ്കിൻ്റെ പാർട്ടിക്കിൾസ് രൂപപ്പെടുന്നത് കാരണം പേപ്പറിലേക്ക് ഇമേജ് ശരിയായി ട്രാൻസ്ഫർ ചെയ്യപ്പെടാതിരിക്കുക. കോസസ്, കാരണങ്ങൾ. ടാക്ക് കൂടിയ ഇങ്ക് ഉപയോഗിക്കുന്നത് കാരണം. ഇമൾസിഫിക്കേഷൻ സംഭവിച്ച ഇങ്ക് ഉപയോഗിക്കുന്നത് കാരണം. ശരിയായി മിക്സ് ചെയ്യാത്ത ഇങ്ക് ഉപയോഗിക്കുന്നത് കാരണം. ബ്ലാങ്കറ്റ് ശരിയായി പാക്ക് ചെയ്യാത്തത് കാരണം. റെമഡീസ്, പരിഹാരങ്ങൾ. ഇങ്കിൽ റെഡ്യൂസിങ് കോമ്പൗണ്ട് ചേർത്ത് ടാക്ക് കുറയ്ക്കുക. മെഷീൻ ശരിയായി വൃത്തിയാക്കുക. ശരിയായ ഇങ്ക് വാട്ടർ ബാലൻസ് നിലനിർത്തുക. ഇങ്കിനെ റീഫോർമുലേറ്റ് ചെയ്യുക. ബ്ലാങ്കറ്റിനെ വീണ്ടും റീപാക്ക് ചെയ്യുക.
Unit 5 Press Maintenance and Troubleshooting. Next topic Printing Problems. നമുക്ക് പഠിക്കാനുള്ള പ്രിന്റിംഗ് പ്രോബ്ലംസ് ബ്ലൈൻഡിംഗ്, ഗോസ്റ്റിംഗ്, മിസ്രജിസ്ട്രേഷൻ, മോട്ട്ലിംഗ്, പ്ലേറ്റ് വെയർ, സ്കം, സെറ്റ് ഓഫ്, സ്ലറിംഗ്, ടിൻറ്റിംഗ്. ആദ്യത്തെ പ്രിന്റിംഗ് പ്രോബ്ലം ബ്ലൈൻഡിംഗ്. ഓഫ്സെറ്റിൻ്റെ പ്രവർത്തന തത്വം വാട്ടർ ആൻഡ് ഓയിൽ ഡു നോട്ട് മിക്സ് ടുഗെദർ. ഇമേജ് ഏരിയ മഷിയെ സ്വീകരിക്കുകയും നോൺ ഇമേജ് ഏരിയ വെള്ളത്തെ സ്വീകരിക്കുകയും ചെയ്യണം. എന്നാൽ അച്ചടി ചെയ്യുന്ന അവസരത്തിൽ പ്ലേറ്റിലെ ഇമേജ് ഏരിയയിൽ മഷി പിടിക്കാതിരിക്കുന്ന അവസ്ഥ, അതിനെയാണ് ബ്ലൈൻഡിംഗ് എന്ന് പറയുന്നത്. ചിത്രം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഈ പോയിന്റ് ഔട്ട് ചെയ്ത ഇമേജ് ഏരിയയിൽ മഷി ഒരുപോലെ അല്ല ഉള്ളത്. അവിടെ പലയിടങ്ങളിലും പ്ലേറ്റ് മഷിയെ സ്വീകരിച്ചിട്ടില്ല. ഇനി നമുക്ക് ബ്ലൈൻഡിങ്ങിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഡാമ്പനിങ് സൊല്യൂഷൻ കൂടുതൽ അസിഡിക് ആയത് കൊണ്ടാവാം ഇങ്ങനെ സംഭവിച്ചത്. അല്ലെങ്കിൽ പ്ലേറ്റിനും ബ്ലാങ്കറ്റിനും ഇടയിലുള്ള മർദ്ദം ആവശ്യത്തിൽ അധികമായതുകൊണ്ടുമാകാം. ഇനി മഷി വളരെയധികം കട്ടി കൂടിയാലും ഇങ്ങനെ സംഭവിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു pH ടെസ്റ്റർ ഉപയോഗിച്ച് pH വാല്യൂ പരിശോധിക്കുക. pH വാല്യൂ 5.5 ആയി അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി റോളറുകൾക്കിടയിലുള്ള മർദ്ദം പരിശോധിച്ച് ശരിയായ മർദ്ദം സെറ്റ് ചെയ്യണം. മൂന്നാമതായി മഷിയെ പേപ്പർ സ്റ്റോക്കിനനുസരിച്ച് കട്ടി കുറയ്ക്കാനും ശ്രദ്ധിക്കുക. അടുത്ത പ്രിന്റിംഗ് പ്രോബ്ലം ഗോസ്റ്റിംഗ്. ഇമേജിൻ്റെ മങ്ങിയ പകർപ്പുകൾ നിഴല് പോലെ പ്രിന്റ് ചെയ്യപ്പെടുന്ന ഒരു ഓഫ്സെറ്റ് അച്ചടി വൈകല്യമാണ് ഗോസ്റ്റിംഗ്. ചിത്രം ശരിക്കും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നിഴല് പോലെ ഇമേജിൻ്റെ പകർപ്പുകൾ കാണാൻ സാധിക്കും. ഇനി ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്ലേസ്ഡ് ആയ അല്ലെങ്കിൽ കട്ടി കൂടിയ ഇങ്ക് റോളറുകൾ, പൊങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ കുഴിഞ്ഞിരിക്കുന്ന ബ്ലാങ്കറ്റ്, മഷിയും ഫൗണ്ടെയിൻ സൊല്യൂഷനും തമ്മിലുള്ള അസന്തുലിതാവസ്ഥ. ഇനി ഇതിൻ്റെ പരിഹാരങ്ങൾ: ഇങ്ക് റോളേഴ്സ് ക്ലീൻ ചെയ്യുകയോ മാറ്റുകയോ ചെയ്യുക, ബ്ലാങ്കറ്റ് മാറ്റുക, ഇങ്കും ഫൗണ്ടെയിൻ സൊല്യൂഷനും തമ്മിലുള്ള ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യുക. അടുത്ത പ്രിന്റിംഗ് പ്രോബ്ലം മിസ്രജിസ്ട്രേഷൻ. പ്രിന്റ് ചെയ്യുമ്പോൾ 2 ഓവർ പ്രിന്റഡ് ഇമേജ് അല്ലെങ്കിൽ 2 കളറുകൾ ഒന്നിനു മുകളിൽ അടുത്തത് ശരിയായി അലൈൻ ചെയ്യാത്ത, അതായത് സ്ഥാനം തെറ്റായി വരുന്നത്, അതിനെയാണ് മിസ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ചിത്രം കാണുമ്പോൾ തന്നെ സ്ഥാനം മാറിപ്പോയത് നിങ്ങൾക്ക് മനസ്സിലാകും. ഇതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇങ്കിന് കട്ടി കൂടിയാൽ, പേപ്പർ സ്റ്റോക്ക് ചുളിവുകൾ ഉണ്ടായാലോ ചുരുണ്ടു പോകുകയോ ചെയ്താൽ, പ്രസ് റൂമിലെ ഹ്യൂമിഡിറ്റി ഈർപ്പത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ടാണ് പേപ്പർ സ്റ്റോക്കിന് ചുളിവുകളോ അത് ചുരുണ്ടു പോകുകയോ ചെയ്യുന്നത്. പ്ലേറ്റിൽ ഇമേജ് പൊസിഷൻ ചെയ്തത് ശരിയായില്ലെങ്കിലും ഇത് സംഭവിക്കാം. പ്ലേറ്റ് ശരിക്കും പ്ലേറ്റ് സിലിണ്ടറിൻ്റെ മുകളിൽ മൗണ്ട് ചെയ്തില്ലെങ്കിലും ഇത് സംഭവിക്കാം. ഇനി ബ്ലാങ്കറ്റ് ലൂസായാലും ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ഇനി ഇതിൻ്റെ പരിഹാരങ്ങൾ: ഇങ്ക് ടാക്ക് കുറയ്ക്കുക, പ്രസ് റൂമിലെ ഹ്യൂമിഡിറ്റി ശ്രദ്ധിക്കുക, പിന്നെ ഇമേജ് ശരിയായ സ്ഥലത്ത് പൊസിഷൻ ചെയ്തതിന് ശേഷം പ്ലേറ്റ് വീണ്ടും നിർമ്മിക്കുക, പ്ലേറ്റ് ശരിക്കും മൗണ്ട് ചെയ്യുക, അതുപോലെ ബ്ലാങ്കറ്റ് വീണ്ടും അറ്റാച്ച് ചെയ്യുക. അടുത്ത പ്രിന്റിംഗ് പ്രോബ്ലം മോട്ട്ലിംഗ്. പ്രിന്റഡ് ഷീറ്റ്സിൽ ഉള്ള ഇമേജിൻ്റെ സോളിഡ് പോർഷനിൽ ഉണ്ടാകുന്ന മഷിയുടെ ഏറ്റക്കുറച്ചിലുകളെയാണ് മോട്ട്ലിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരേപോലെ മഷി വേണ്ട ഇമേജിൽ ചിലയിടങ്ങളിൽ മഷി ലൈറ്റായും ചിലയിടങ്ങളിൽ ഡാർക്കായും കാണപ്പെടുന്നു. ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ബ്ലൂ കളർ ഒരുപോലെ വേണ്ട ഇടങ്ങളിൽ ലൈറ്റായും ഡാർക്കായും കാണപ്പെടുന്നു. ഇനി ഇതിൻ്റെ കാരണങ്ങൾ നോക്കാം. മഷിയെ പേപ്പർ അബ്സോർബ്, അതായത് ആഗിരണം ചെയ്യുന്നത് ഒരുപോലെ അല്ലാത്തത്, മഷിയും ഡാമ്പനിങ് സൊല്യൂഷനും തമ്മിലുള്ള അസന്തുലിതാവസ്ഥ,
ഇങ്കിന് വാട്ടറിനെ പ്രതിരോധിക്കാൻ പറ്റാത്തത് കൊണ്ട്. ഇനി ഇതിൻ്റെ പരിഹാരങ്ങൾ: പേപ്പറിന് അനുസരിച്ച് ഇങ്കിന് മാറ്റം വരുത്തുക, ഇങ്ക് വാട്ടർ ബാലൻസ് ചെക്ക് ചെയ്ത് അത് അഡ്ജസ്റ്റ് ചെയ്യുക, വാർണിഷ് ആഡ് ചെയ്ത് ഇങ്കിൻ്റെ ടാക്ക് കൂട്ടുക. അടുത്ത പ്രിന്റിംഗ് പ്രോബ്ലം പ്ലേറ്റ് വെയർ. പ്രിന്റിംഗ് തുടങ്ങി ക്രമേണ പ്ലേറ്റിലെ ഇമേജ് നഷ്ടപ്പെടുന്ന അവസ്ഥ, അതിനെയാണ് പ്ലേറ്റ് വെയർ എന്ന് പറയുന്നത്. ഇതിൻ്റെ കാരണങ്ങൾ നോക്കാം. ഫോം റോളറുകളുടെ അമിതമായ മർദ്ദം കാരണം, പ്ലേറ്റിൻ്റെയും ബ്ലാങ്കറ്റിൻ്റെയും ഇടയിലുള്ള മർദ്ദം കൂടിയത് കാരണം, ഫൗണ്ടൈൻ സൊല്യൂഷൻ കൂടുതൽ അസിഡിക് ആയത് കാരണം, ഉണങ്ങിയ പശ പ്ലേറ്റിൻ്റെ മുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കൊണ്ട്. ഇനി ഇതിൻ്റെ പരിഹാരങ്ങൾ നോക്കാം. ഫോം റോളർ പ്രഷർ, അതുപോലെ പ്ലേറ്റിൻ്റെയും ബ്ലാങ്കറ്റിൻ്റെയും ഇടയിലുള്ള പ്രഷർ, ഇവ ചെക്ക് ചെയ്ത് കറക്റ്റാക്കി വെക്കണം. ഫൗണ്ടൈൻ സൊല്യൂഷൻ്റെ pH വാല്യൂ 5.5 ആയി അഡ്ജസ്റ്റ് ചെയ്യണം. ഇങ്ക് വാട്ടർ ബാലൻസ് കറക്റ്റാക്കി വെക്കണം. പ്ലേറ്റും ബ്ലാങ്കറ്റും ക്ലീൻ ചെയ്യുക. നെക്സ്റ്റ് പ്രിന്റിംഗ് പ്രോബ്ലം സ്കമ്മിങ്. പ്രസ്സുകളിൽ ഏറ്റവും കോമൺ ആയി ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് സ്കമ്മിങ്. നോൺ ഇമേജ് ഏരിയ മഷിയെ സ്വീകരിക്കുന്ന അവസ്ഥയാണ് സ്കമ്മിങ് എന്ന് പറയുന്നത്. ചിത്രത്തിൽ കാണിച്ചതുപോലെ വൈറ്റ് നോൺ ഇമേജ് ഏരിയയിൽ റെഡ് ഇങ്ക് ഡോട്ട്സ് ഉണ്ടായത് സ്കമ്മിങ് കാരണമാണ്. ഇനി ഇതിൻ്റെ കോസസ്: ഉപയോഗിക്കുന്ന മഷി സോഫ്റ്റ് ആയാൽ, മഷിയുടെ അളവ് കൂടിപ്പോയാൽ, ഫൗണ്ടൈൻ സൊല്യൂഷൻ്റെ pH വാല്യൂവിൽ മാറ്റം സംഭവിക്കുന്നത്, പിന്നെ പ്രിന്റിംഗ് പ്രഷർ കൂടിപ്പോയാലും ഇങ്ങനെ സംഭവിക്കാം. ഗ്ലേസ്ഡ് ആയ ബ്ലാങ്കറ്റും ഗ്ലേസ്ഡ് ആയ ഇങ്ക് റോളേഴ്സും ഇതിന് കാരണമാകുന്നു. ഇനി ഇതിൻ്റെ പരിഹാരങ്ങൾ നോക്കാം. വാർണിഷ് ആഡ് ചെയ്ത് ഇങ്കിൻ്റെ ടാക്ക് കൂട്ടണം, ഇങ്ക് വാട്ടർ ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യണം, ഫൗണ്ടൈൻ സൊല്യൂഷൻ pH വാല്യൂ 5.5 ആയി അഡ്ജസ്റ്റ് ചെയ്യണം, പ്ലേറ്റ് ബ്ലാങ്കറ്റ് പ്രഷറും ബ്ലാങ്കറ്റ് ഇംപ്രഷൻ സിലിണ്ടർ പ്രഷറും കുറയ്ക്കണം, പ്ലേറ്റും ഇങ്ക് റോളേഴ്സും ക്ലീൻ ചെയ്യണം. അടുത്ത പ്രിന്റിംഗ് പ്രോബ്ലം സെറ്റ് ഓഫ്. പ്രിന്റ് ചെയ്ത ഒരു ഷീറ്റിൽ നിന്നും ഡെലിവറിയിൽ തുടർന്നു വരുന്ന അടുത്ത ഷീറ്റിൻ്റെ ബാക്ക് സൈഡിൽ മഷി പടരുന്ന അവസ്ഥയാണ് സെറ്റ് ഓഫ്. വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചാൽ സെറ്റ് ഓഫ് എന്താണെന്ന് മനസ്സിലാകും. ഇനി ഇതിൻ്റെ കോസസ് നമുക്ക് നോക്കാം. ഫൗണ്ടൈൻ സൊല്യൂഷൻ അസിഡിക് ആയാൽ, മഷിയുടെ അളവ് കൂടുതലായാൽ, പേപ്പർ സ്റ്റോക്കിന് ചേരാത്ത മഷി ഉപയോഗിച്ചാൽ, ഇങ്ക് ഡ്രയേഴ്സ് കുറഞ്ഞു പോയാൽ, പേപ്പർ കോട്ടിംഗ് ക്വാളിറ്റി കുറഞ്ഞാൽ. ഇനി ഇതിൻ്റെ പരിഹാരങ്ങൾ: ഫൗണ്ടൈൻ സൊല്യൂഷൻ pH വാല്യൂ 5.5 ആയി സെറ്റ് ചെയ്യണം, ഫൗണ്ടൈൻ കീ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്കിനെ കുറയ്ക്കുക, മഷി പേപ്പർ സ്റ്റോക്കിന് ചേരുന്നത് ഉപയോഗിക്കുക, ഇങ്ക് ഡ്രയേഴ്സ് ആഡ് ചെയ്യണം, അതുപോലെ നല്ല ക്വാളിറ്റിയുള്ള പേപ്പർ ഉപയോഗിക്കുക. അടുത്ത പ്രിന്റിംഗ് പ്രോബ്ലം സ്ലറിംഗ്. പ്രിന്റിംഗ് സർഫസ് തമ്മിൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് സ്ലിപ്പിംഗ് ഉണ്ടാവുകയും ഇമേജിൽ ഉള്ള ഡോട്ട്സ് വലിപ്പം കൂടുകയോ രൂപമാറ്റം വരികയോ ചെയ്ത് ഇമേജിന് മാറ്റം സംഭവിക്കുന്നതാണ് സ്ലറിംഗ്. ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്ലേറ്റിൻ്റെയും ബ്ലാങ്കറ്റിൻ്റെയും ഇടയിലുള്ള പ്രഷർ അധികമായാൽ, മഷിയുടെ അളവ് കൂടിപ്പോയാൽ, പ്ലേറ്റ് സിലിണ്ടറിൻ്റെ മുകളിൽ ലൂസായി ഫിറ്റ് ചെയ്താൽ, ബ്ലാങ്കറ്റ് ലൂസായാൽ. ഇനി ഇതിൻ്റെ റെമഡീസ് നോക്കാം. ഇംപ്രഷൻ സിലിണ്ടർ പ്രഷർ കുറയ്ക്കുക, ഇങ്കിൻ്റെ അളവ് കുറയ്ക്കുക, പ്ലേറ്റ് റീ അറ്റാച്ച് ചെയ്യുക, ബ്ലാങ്കറ്റ് ക്ലാംസ് ടൈറ്റൻ ചെയ്യുക. അടുത്ത പ്രിന്റിംഗ് പ്രോബ്ലം ടിൻറ്റിംഗ്. പേപ്പറിൽ ഇമേജ് ഇല്ലാത്ത ഭാഗങ്ങളിൽ നിഴല് പോലെ മഷി പിടിക്കുന്ന അവസ്ഥ.
അതിനെയാണ് ടിൻഡിങ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ കാരണങ്ങൾ നോക്കാം. ഇമൾസിഫിക്കേഷൻ നടന്നത് കാരണം, പിന്നെ ഫൗണ്ടൈൻ സൊല്യൂഷൻ്റെ pH വാല്യൂയിലുണ്ടായ വ്യത്യാസം, പ്ലേറ്റ് പ്രോസസ്സിംഗ് ശരിയായി ചെയ്യാത്തത് കാരണം. ഇതിൻ്റെ റെമഡീസ് അല്ലെങ്കിൽ പരിഹാരങ്ങൾ നോക്കാം. ഇങ്ക് വാട്ടർ ബാലൻസ് കറക്റ്റ് ചെയ്യുക, pH വാല്യൂ ചെക്ക് ചെയ്യുക, പുതിയ പ്ലേറ്റ് ഉണ്ടാക്കുക. അടുത്ത ടോപ്പിക്ക് ബ്ലാങ്കറ്റ് ആൻഡ് റോളർ പ്രോബ്ലംസ്. ഇതിൽ 3 പ്രോബ്ലംസ് ആണ് പഠിക്കാനുള്ളത്. 1 ഗ്ലേസിംഗ്, 2 സ്വെല്ലിംഗ്, 3 പേപ്പർ സ്റ്റിക്കിംഗ്. ആദ്യത്തെ ബ്ലാങ്കറ്റ് ആൻഡ് റോളർ പ്രോബ്ലം ഗ്ലേസിംഗ്. ഇങ്ക് റോളേഴ്സിനും ബ്ലാങ്കറ്റിനും ചിലപ്പോൾ ഷൈനിങ് കൂടുകയും അത് ഹാർഡാകുകയും ചെയ്യുന്നു. അതിൻ്റെ ഫലമായി അവയ്ക്ക് ഇങ്കിനെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ബ്ലാങ്കറ്റിൻ്റെ തുളകൾ അടഞ്ഞു പോകുകയും അവയ്ക്ക് ഇങ്കിനെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. ഇതിൻ്റെ കാരണങ്ങൾ നോക്കാം. ബ്ലാങ്കറ്റും ഇങ്ക് റോളേഴ്സും ശരിയായ വിധത്തിൽ ക്ലീൻ ചെയ്യാത്തത്, പിന്നെ സോൾവെൻസിൻ്റെ അമിത ഉപയോഗം, അതുപോലെ അൾട്രാ വയലറ്റ് ലൈറ്റ് സോഴ്സുമായിട്ടുള്ള എക്സ്പോഷർ കൂടുന്നത്. ഇതിൻ്റെ പരിഹാരങ്ങൾ നമ്മൾ ഡീഗ്ലേസിംഗ് കോമ്പൗണ്ട് ഉപയോഗിച്ച് റോളർ സർഫസ് നന്നായി ക്ലീൻ ചെയ്യുക. അടുത്ത ബ്ലാങ്കറ്റ് പ്രോബ്ലം സ്വെല്ലിംഗ്. ബ്ലാങ്കറ്റ് സർഫസിൻ്റെ ചിലയിടങ്ങളിൽ പൊങ്ങി വരുന്ന അവസ്ഥ. പ്രസ്സിൽ ഉപയോഗിക്കുന്ന കെമിക്കൽസ് കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതുകൊണ്ട് പ്രിന്റ് ചെയ്ത ഇമേജിന് ഷാർപ്പ്നെസ് കുറയുന്നു. ഇതിൻ്റെ പരിഹാരം പൊങ്ങിയ ബ്ലാങ്കറ്റിൻ്റെ പാക്കിംഗ് കുറയ്ക്കുക. ബ്ലാങ്കറ്റ് വാഷ് ഉപയോഗിക്കുമ്പോൾ വേഗത്തിൽ ഉണങ്ങുന്നവ ഉപയോഗിക്കുക. അടുത്ത പ്രോബ്ലം പേപ്പർ സ്റ്റിക്കിംഗ്. ബ്ലാങ്കറ്റിൻ്റെ ഇമേജ് ഏരിയയിലും നോൺ ഇമേജ് ഏരിയയിലും പേപ്പറിൻ്റെ ചെറിയ പീസസ് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അവസ്ഥ. ഇതിൻ്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് ബ്ലാങ്കറ്റ് വാഷിൽ ഉപയോഗിക്കുന്ന സോൾവെൻസിന് വീര്യം കൂടുന്നത് കൊണ്ടാണ് സംഭവിക്കുന്നത്. പിന്നെ മുൻപേ നമ്മൾ ഉപയോഗിച്ച ഇങ്ക് ബ്ലാങ്കറ്റിൻ്റെ മുകളിൽ വെച്ച് ഓക്സിഡേഷൻ സംഭവിച്ച് അവിടെ പശപശപ്പുണ്ടാവുകയും അങ്ങനെ പേപ്പർ അവിടെ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇതിൻ്റെ പരിഹാരങ്ങൾ സോൾവെൻസ് വീര്യം കുറഞ്ഞവ ഉപയോഗിക്കുക. ബ്ലാങ്കറ്റ് ലാക്വർ ഉപയോഗിച്ച് അതിന് മുകളിലുള്ള ടാക്കിനെസ് നമുക്ക് കളയാം.